ഗോവിന്ദച്ചാമി പിടിയിൽ എന്ന വാർത്ത വരുന്നു. വരുൺ, ഗോവിന്ദച്ചാമി പിടിയിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആശ്വാസകരമായ വാർത്തയാണ്. കണ്ണൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ജയിൽ ചാടി ഗോവിന്ദച്ചാമി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അപ്പോൾ അവിടെ ഓട്ടോ ഡ്രൈവർമാർ കണ്ടത് അയാളെ തന്നെയാണെന്ന് വേണം സംശയിക്കാൻ. ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അത് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ്. കാരണം ഈ ഗോവിന്ദച്ചാമി അത്യന്തം അപകടകാരിയായ ഒരു മനുഷ്യനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അയാളെ പേടിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരു മനുഷ്യാധമൻ, ഒരു നരാധമൻ ഇപ്പോൾ പിടിയിലായിരിക്കും എന്നുള്ളതാണ്. സൗമ്യ വധക്കേസിലെ പ്രതി ജയിൽ ചാടിയിരുന്നു. രാവിലെ 1:30 എന്നാണ് ആദ്യം വന്നതെങ്കിൽ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് രാവിലെ 4:30 അയാൾ ജയിൽ ചാടിയതെന്നുള്ളതാണ്. പോലീസ് വ്യാപക പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇവിടെ കണ്ണൂരിൽ ഒരിടത്ത് അയാളെ കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവർമാർ പോലീസിന് വിവരം നൽകുന്നതും അയാൾ ഓടി ഇവരെ കണ്ടപ്പോഴേക്കും അയാളുടെ ഇല്ലാത്ത കൈ ഒരു കൈയില്ല, ആ കൈ തലയ്ക്ക് മുകളിൽ ഒരു തുണിക്കെട്ട് പോലെ ഒന്നിന് അകത്ത് കൈ ഉണ്ടെന്ന വ്യാജന മറച്ചു വെച്ച് അയാൾ ഓടി രക്ഷപ്പെട്ടു, മതിലയാടി ഓടി എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പോലീസ് അവിടെ എത്തി. അത് ആ ഓടിയാൾ തന്നെയാണ് ഗോവിന്ദച്ചാമി എന്ന കാര്യം അറിയില്ല. ഗോവിന്ദച്ചാമി എവിടെ നിന്ന് പിടിയിലായി എന്ന കാര്യമൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജയിൽ ചാടി ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കും എന്നുള്ളതാണ് വാർത്ത. ആശ്വാസകരമായ വാർത്തയാണ്. കാര്യം അത്രത്തോളം അപകടകാരിയായ ഒരു വ്യക്തിയാണ് ഈ ഗോവിന്ദച്ചാമി. ഒരു പെൺകുട്ടിയെ അങ്ങേയറ്റം ക്രൂരമായി തീവണ്ടിയിൽ നിന്നും തള്ളിയിട്ട് ചോരയൊലിച്ച് കിടന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ ഭീകരനായ ഒരു വ്യക്തിയാണ് ഗോവിന്ദച്ചാമി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയാൾ പുറത്തിറങ്ങുന്നത് എല്ലാവർക്കും ഭീഷണിയാണ്. നേരത്തെ സൗമ്യയുടെ അമ്മ പറയുന്ന പോലെ കയ്യും കാലും വിറയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു കൈകാൽ വിറ നാട്ടിലുടനീളം ഈ ഗോവിന്ദച്ചാമി ചാടിയതിൽ പടർന്നതാണ്. എന്തായാലും അതിന് ആശ്വാസമുണ്ടാവുന്നു. ഗോവിന്ദച്ചാമി പിടിയിൽ എന്നതാണ്. എന്തായാലും ഗോവിന്ദച്ചാമി പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ജയിൽ ചാടിയതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ച പോലെ തന്നെ ഗോവിന്ദച്ചാമി പിടിയിലാവുന്നതിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ പിടികൂടുന്നതിൽ പോലീസിന്റെ കാര്യക്ഷമതയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാനും തരമില്ല. ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ആ ഓട്ടോ ഡ്രൈവർമാർ കണ്ട ആൾ ഗോവിന്ദച്ചാമി തന്നെയാണ് എന്നല്ലേ? ഹാഷ്മി, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഗോവിന്ദച്ചാമി പിടിയിലായി എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. തളാപ്പ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയെന്ന പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് ലഭിച്ചത്.